ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻറ്റീസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള സമ്മർ ഡ്രിങ്കുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കക്കരിക്കയാണ്. അപ്പോൾ ഞാനൊരു കക്കരിക്കയെ 4 മുറിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജ്യൂസ് ഉണ്ടാക്കുന്ന ജാറിൽ തന്നെ, അതായത് മറ്റേ തേങ്ങാപ്പാൽ എടുക്കുന്നതല്ല, സാധാരണ കുറച്ചുകൂടെ വലിയ ജാറിലേക്ക് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ കക്കരിക്കയും എടുത്തു. അപ്പോൾ കക്കരിക്ക നല്ലൊരു കൂളൻ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കക്കരിക്ക കൊണ്ടുള്ള ജ്യൂസ് തന്നെ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഒരു കക്കരിക്കയുടെ കഷ്ണത്തിലേക്ക് ഞാൻ ഒരു അര നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം ഒരു കക്കരിക്കയ്ക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അര കഷ്ണത്തിന് നാരങ്ങയുടെ നീര് മതി. അപ്പോൾ ഒരു ചെറിയൊരു പുളി കിട്ടും നമ്മുടെ ജ്യൂസിന്. പിന്നെ ഞാനൊരു 4 തൊട്ട് 5 ഇല വരെ പുതിന ഇല ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, അതായത് നമ്മുടെ ആ ജ്യൂസിൽ ഒരു പച്ചപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പച്ചച്ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തത്. പിന്നെ ഞാൻ ഒരു 1/2 കപ്പ് ഐസ് വാട്ടർ ചേർത്തു. എന്നിട്ട് ഇതിനെല്ലാം കൂടി ഞാൻ മിക്സി ജാറിലിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം തന്നെ അലിഞ്ഞും കിട്ടണം. ഒപ്പം തന്നെ നമ്മൾ ചേർത്ത കക്കരിക്കയെല്ലാം വലിയ പീസസ് ആയിട്ടല്ലേ ചേർത്തത്, അതെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 2.5 മിനിറ്റ് വരെ ഞാൻ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2.5 മിനിറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ആ ജാറൊന്ന് തുറന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് പീസസ് ഇട്ടു. ഇപ്പോൾ ഒരു 3 തൊട്ട് 4 ഐസ് പീസസ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തണുപ്പിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് സമ്മർ ഡ്രിങ്ക്സ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഐസ് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിനെ ഞാൻ വീണ്ടും ഒരു 1 മിനിറ്റ് ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ കക്കരിക്ക കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനൊന്ന് ബൗൾ തുറന്ന് കാണിക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഏകദേശം തയ്യാറായി. ഇനി ഇതിനെ ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ കക്കരിക്കയുടെയൊക്കെ പീസസോ അല്ലെങ്കിൽ പുതിനയുടെ ഇലയോ എല്ലാം അടിക്കാതെ ഉണ്ടെങ്കിൽ, അതായത് അരയാതെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫുള്ള് അരിച്ച് കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ജ്യൂസ് മുഴുവനൊന്ന് സ്ക്വീസ് ചെയ്ത്, അതായത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക്, അതായത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒരു പകുതിയോളം ഐസ് വെച്ച് നിറച്ചു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു കഷ്ണം പുതിനയുടെ തണ്ടും പിന്നെ ഒരു കഷ്ണം നാരങ്ങയുടെ സ്ലൈസും ഇട്ടു. എന്നിട്ട് ഞാൻ ഈ ജ്യൂസിന് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കക്കരിക്കയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം കക്കരിക്ക ഞാൻ ഇതേപോലെ ഗ്ലാസിൻ്റെ സൈഡിൽ ഗാർണിഷ് ചെയ്യാൻ വെച്ചു. ഒപ്പം തന്നെ ഇതിൽ നമ്മൾ പുതിനയും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം പുതിനയും വെച്ചു. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയാണ്, അതായത് നമ്മുടെ കാട്ടുനെല്ലിക്ക. അപ്പോൾ ഈ കാട്ടുനെല്ലിക്ക എടുത്തിട്ട് ഞാൻ അതിൻ്റെ കുരു കളയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ നെല്ലിക്കയിൽ തന്നെ ഒരു വരകളുണ്ടല്ലോ, അപ്പോൾ ആ വരയിലൂടെ ഞാനൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിതിനെ സീഡ് മുഴുവനും ഇതേപോലെ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 1/4 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒപ്പം തന്നെ ഞാൻ അതിലെന്തെങ്കിലും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കത്തി വെച്ച് കളയുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക മുഴുവനും തന്നെ ഞാനിതേപോലെ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ സാധാരണ ചെറിയ ബൗളുണ്ടല്ലോ മിക്സിയുടെ, ആ ബൗളിലേക്കാണ് ഞാൻ ഈ നെല്ലിക്കയെല്ലാം ചേർക്കുന്നത്. അപ്പോൾ വലിയ കഷ്ണം നെല്ലിക്ക ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടു. ബാക്കിയെല്ലാം അത് ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ അതെല്ലാം അതേപോലെ തന്നെ ഞാൻ അതിൽ മിക്സി ജാറിലിട്ടു. അപ്പോൾ മറക്കേണ്ട, ഇത് ചെറിയ ബൗളിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, അപ്പോൾ ഞാനിവിടെ 1/4 കിലോ നെല്ലിക്കയ്ക്ക് ഞാൻ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. അത് ഇതേപോലെ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. വളരെ നല്ല ടേസ്റ്റും ഉണ്ടാവും, ഫ്ലേവറും കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ പച്ചമുളക് ചേർത്തത്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക.
അപ്പോൾ ഇതിനെ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച വരെ ഒട്ടും കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജ്യൂസിന് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്റ്റെപ്പിലോട്ട് തിരികെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കുന്ന വലിയ ജാറിലോട്ട് ഞാൻ ഈ മിക്സ്, അതായത് നെല്ലിക്ക, ഇഞ്ചി, പച്ചമുളകിൻ്റെ ഈ മിശ്രിതത്തിൽ നിന്ന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നിറച്ച്, അതായത് കുമിച്ച് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു, അതായത് മിക്സി ജാറിലോട്ട് ഞാൻ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 5-6 പീസ് ഐസ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് തണുപ്പിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അത് 1 തൊട്ട് 1.5 ഗ്ലാസ് വരെ വെള്ളം നമുക്ക് ഈ 3 ടേബിൾ സ്പൂൺ മിശ്രിതത്തിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. ഇത് മധുരമുള്ള ഡ്രിങ്ക് അല്ല, ഇത് ഉപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ്സോളം ഞാൻ അടിക്കും. അപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ ആ സത്തിൽ നിന്നുള്ള ജ്യൂസെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് വന്ന് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 മിനിറ്റ്സോളം ഇതെല്ലാം കൂടി ഒന്ന് അടിച്ച് യോജിപ്പിച്ചു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഏകദേശം ഒന്ന് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായ ഇതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ നെല്ലിക്കയുടെ ആ ഒരു സത്തെല്ലാം തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ നമ്മുടെ വായിലൊന്നും തട്ടാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിനെ ഞാൻ സ്പൂണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. അത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കംപ്ലീറ്റ് ആ ജ്യൂസും ഞാൻ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ടു. ഇതേപോലെ ആദ്യം കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇട്ടു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ ഈ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ലൈസ് നെല്ലിക്ക അകത്തിടാം. എന്നിട്ട് പിന്നെ ഒരു ഇത്തിരി പുതിനയും ഇടാം. പിന്നെ ഒരു കഷ്ണം നെല്ലിക്ക സൈഡിൽ വെച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഡ്രിങ്ക്, ഇന്നത്തെ മൂന്നാമത്തെ ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങ തന്നെയാണ്. അപ്പോൾ സാധാരണ നാരങ്ങ ജ്യൂസ് അല്ല, ഇതിനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ ആദ്യം തന്നെ ഒരു 2 നാരങ്ങയുടെ നീര് ഞാൻ മിക്സി ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ ബൗൾ തന്നെയാണിത്. അതിലോട്ട് ഞാൻ 2 നാരങ്ങയുടെ ജ്യൂസ് ഞാൻ ഇതേപോലെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 6 തൊട്ട് 7 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ്, അപ്പോൾ ഈ നാരങ്ങ ജ്യൂസിലുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പച്ചപ്പൊന്ന് മാറും. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഇതേപോലെ ചെറിയ പീസുകളാക്കി നുറുക്കി നമുക്ക് മിക്സി ബൗളിലോട്ട് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർത്തത്. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം, അതായത് ഐസ് വാട്ടർ, ഞാനൊരു 2 ഗ്ലാസോളം ഐസ് വാട്ടർ ചേർത്തു. അപ്പം 2 നാരങ്ങയുടെ നീരിന് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് ഐസ് വാട്ടറാണ് ചേർത്തത്. ഒപ്പം തന്നെ കുറച്ച് ഐസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്കൊരു 3 ഇല, അതായത് പുതിനയുടെ ഇല ഞാൻ അതിലോട്ട് ചേർത്തു. ഇനി ഇതിനെല്ലാം കൂടി വെച്ച് ഞാൻ മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അരയ്ക്കുന്നത് ഏകദേശം ഒരു 2 മിനിറ്റ്സ് അരയ്ക്കണം. കാരണം നമ്മൾ പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞ് വരുന്നത് വരേക്കും നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റ്സ് ഞാൻ ഈ മിശ്രിതത്തെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നാരങ്ങയും പുതിനയും ഇഞ്ചിയും ഉള്ളതുകൊണ്ട് തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിനെയും ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ കഷ്ണങ്ങളും പുതിനയും ഒക്കെ ഉള്ളതെല്ലാം നമുക്ക് അരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിനെങ്ങനെ അരിച്ചെടുത്തത്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ എപ്പോഴും ചെയ്തതുപോലെ തന്നെ കുറച്ച് ഐസ് ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്ലൈസ് നാരങ്ങയും ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പുതിനയിലയും വെച്ച് അതിനൊന്ന് സൈഡിലോട്ടാക്കി. അപ്പോൾ ജ്യൂസ് ഒഴിക്കുമ്പോൾ അത് ആ സൈഡിൽ തന്നെ നിൽക്കും. ഇനി ഇതിലേക്ക് ഞാൻ ജ്യൂസ് നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങയുടെ ജ്യൂസ് ഞാനിവിടെ ഇതിൽ ഗ്ലാസ്സിൽ നിറച്ചു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം ഗ്ലാസ്സിനെ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ വെച്ചു. ഒപ്പം തന്നെ ഒരു പുതിനയുടെ ഒരു ചെറിയ കഷ്ണം ഇതിലോട്ട് വെച്ചു. ഇപ്പം നമ്മുടെ 3 ഡ്രിങ്ക്സും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുക്കുംബർ കൊണ്ടുള്ള അല്ലെങ്കിൽ കക്കരിക്ക കൊണ്ടുള്ള ഡ്രിങ്കാണ്. ഇനിയൊന്ന് നമ്മുടെ കാട്ടുനെല്ലിക്കയും മറ്റൊന്ന് നമ്മുടെ നാരങ്ങയും കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 3ഉം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 3 ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.